എന്തൊക്കെയാണ് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കഴിക്കാം, നമുക്കിത് ടിഫിൻ ബോക്സ് ഐറ്റം ആയിട്ട് ഉപയോഗിക്കാം, ഈവൻ രാത്രിയും കഴിക്കാം, എപ്പോൾ വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതായത് പുനുഗുലു. പുനുഗുലു എന്ന് പറയുന്ന ഒരു ആന്ധ്ര നെയിമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ദോശമാവ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബോണ്ട, എളുപ്പത്തിൽ പറയാൻ മനസ്സിലാവാൻ വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊക്കെ ഇവിടെ 2 ദിവസം ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം ഇവിടെ ദോശ കഴിക്കില്ല. എന്താണെന്ന് വെച്ചാൽ പുളി കൂടിയാകുമ്പോൾ ഇച്ചിരി പുളി കൂടി കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ ബാക്കി വരുന്ന ദോശമാവ് കളയാതെ നമുക്ക് ഇതുപോലെ ബോണ്ടയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഞാനിവിടെ സ്ഥിരം ചെയ്യാറുള്ളതാണ്. അപ്പൊ ഇന്ന് ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കിയപ്പോഴും അയ്യോ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ ഒട്ടും തന്നെ താമസിയാതെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ രണ്ടാമത് ഞാൻ വിൽക്കാൻ പോവുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചൂടോട് കൂടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുന്ന ആ സമയത്ത് തന്നെ കഴിക്കുക, ബാക്കിയുള്ളത് നമുക്ക് എടുത്ത് വെച്ചാൽ മതിയാവും. അപ്പൊ അതുപോലെ തന്നെ ബാക്കി വന്ന ദോശമാവ് മാത്രം വെച്ചിട്ടല്ല കേട്ടോ, നമുക്ക് ഇതിന് വേണ്ടി ദോശമാവ് അരച്ചിട്ടും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇച്ചിരി പുളിയുള്ള ദോശമാവ് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ് കൂടുതൽ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന കടായി ചിക്കനും പിന്നെ നമ്മുടെ എന്തായിരുന്നു ബീറ്റ്റൂട്ട് കടല മെഴുക്ക് പുരട്ടിയും ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇതും തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് ഇങ്ങനെയാണ് രുചികരമായിട്ടുള്ള പുനുഗുലു തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പുനുഗുലു അതായത് ദോശ ബാറ്റർ വെച്ചിട്ടുള്ള ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് ദോശ ബാറ്റർ ആയിട്ടുള്ള ബാറ്ററാണ്, ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 2 ഗ്ലാസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സാധാരണ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് സാധാരണ രീതിയിൽ ഞാൻ അതിൽ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കുറച്ച് പെപ്പർ പൗഡർ മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് സവാള ഇഞ്ചിയൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരുമിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അത് അപ്പോൾ അമ്മമാർക്ക് അറിയാലോ. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ദോശമാവിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ടത് സ്പൈസസ് ആണ്. ഒരു 1/2 ടീസ്പൂണോളം കൊത്തിയരിഞ്ഞിട്ടുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പച്ചമുളക് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ച കുരുമുളക് ഇട്ട് കൊടുത്താലും മതിയാകും. പിന്നെ നിങ്ങൾക്ക് ജീരകം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജീരകത്തിന്റെ പൊടി ആയാലും കുഴപ്പമില്ല. ഞാൻ ജീരകം ഇടുന്നില്ല ഇവിടെ. 2 നുള്ള് കായത്തിന്റെ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സവാളയുടെ പകുതി, ചെറിയ സവാളയുടെ പകുതി വളരെ നൈസാക്കി അരിഞ്ഞതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്യണ്ട. പിന്നെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ക്യാരറ്റോ ബീറ്റ്റൂട്ടോ ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ഇടാട്ടോ. അങ്ങനെ അപ്പൊ നല്ല ഹെൽത്തി ആവും, കളർഫുൾ ആവും. അപ്പോൾ ക്യാരറ്റ് ഒന്നും ഇടുന്നില്ല. പിന്നെ കറിവേപ്പില ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലവർ ഇതിൽ നാളികേരം ഇടും. തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാറുണ്ട്, ഒരു 1-2 ടേബിൾ സ്പൂൺ. അപ്പോൾ തേങ്ങ ചെറുകിയത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുകിയതായിട്ട് ഇടാം, അല്ലെങ്കിൽ ചെറിയ കൊത്തുകളായിട്ട് ഇടാം. അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇത്രയും ഇടുന്നുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. 2 ടേബിൾ സ്പൂൺ തൈര്. അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ തൈര് താല്പര്യം ഇല്ലെങ്കിൽ തൈര് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ തൈര് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ടേസ്റ്റ് തോന്നാറുണ്ട്. പിന്നെ ദോശമാവൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സാധാരണ രീതിയിൽ നമ്മൾ 2-3 ദിവസം എത്തിയ ദോശമാവ് ഇഡലി മാവൊക്കെയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ചെറിയ പുളി അതിന് ടേസ്റ്റ് കൂട്ടും. പുളി താല്പര്യം ഇല്ലെങ്കിൽ പുളിയില്ലാത്ത ദോശമാവ് ഉപയോഗിച്ചാലും മതിയാകും. അപ്പൊ ഇത്ര ആഡ് ചെയ്ത് കൊടുത്തല്ലോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ റവ. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് പുട്ടുപൊടി ആണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അപ്പത്തിന്റെ പൊടിയാണെങ്കിലും ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എത്ര മൈദ ചേർക്കണമെന്ന് തീരുമാനിക്കാം. മൈദ ചേർക്കാണ്ട് ഉണ്ടാക്കാം. അങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന അരിപ്പൊടിയുടെയും അതേപോലെ തന്നെ ഈ റവയുടെയും അളവൊന്ന് കൂട്ടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇച്ചിരി മൈദ ചേർക്കുന്നുണ്ട്, ടെക്സ്ചർ മാറ്റം വരും. അപ്പോൾ മൈദ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതിലിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ചേർത്ത് കൊടുത്ത് നോക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താ? ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്തോളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തിക്നെസ്. അപ്പൊ നമുക്കിത് ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കൺസിസ്റ്റൻസി ഇതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ലൂസായി തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ അരിപ്പൊടിയോ അല്ലെങ്കിൽ റവയോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഒരു കടായിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാവട്ടെ.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ഇട്ട് നോക്കിയിട്ടോ, ഒരെണ്ണം ഇട്ട് നോക്കിയപ്പോൾ ഒരുപാടങ്ങ് പൊന്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത് ഭയങ്കരമായിട്ട് പൊന്തി വരണമെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ നിർബന്ധമൊന്നുമില്ല. ഒരു നുള്ള് മാത്രം, ഒരുപാട് ഇടാൻ പാടില്ല. ഇനി കൈയൊന്ന് നനച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. ഷേപ്പ് ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇടാവുന്നതേ ഉള്ളൂ. കൈ കൊള്ളാതെ നോക്കിക്കോളൂ കേട്ടോ. ഒരുപാട് നിറച്ചിടണ്ട, മീഡിയം ഫ്ലെയിമിൽ എപ്പോഴും തീ മെയിൻറ്റെയിൻ ചെയ്യുക. തിരിച്ചിട്ട് കൊടുക്കുക. തീ എപ്പോഴും നോക്കണം കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളർ വരും, പക്ഷേ ഉള്ളിൽ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ദോശമാവ് കുക്കാകൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിലിപ്പോൾ എല്ലാം ഇപ്പോൾ റവയും അരിപ്പൊടിയും മൈദ എല്ലാം ഇടണമെന്നൊന്നുമില്ല. അതിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എല്ലാം ഇട്ടു മാത്രം. ഞാൻ ആദ്യമൊക്കെയായിട്ട് ഉണ്ടാക്കി നോക്കിയ സമയത്ത് മൈദ മാത്രമേ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആകെ ഒരുപാട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റവ അരിപ്പൊടിയും ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഒരെണ്ണം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ, ഇഡ്ഡലി മാവിനേക്കാൾ ഒരു അല്പം കൂടെ തിക്കായാൽ മതി. ഒരുപാട് ലൂസ് ആവണ്ട, ഒരുപാട് ടൈറ്റും ആവണ്ട. പിന്നെ ലാസ്റ്റ് ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തത് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇച്ചിരി കട്ടി പോലെ കിടക്കും. അപ്പോൾ അത് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് നല്ല ഗോൾഡ് കളർ വരുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോണ്ടതേ നല്ല കളർ വന്നിട്ടുണ്ട്, ഗോൾഡ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഒരു കിച്ചൺ ടിഷ്യൂലോട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ടോ വെക്കാം. നല്ലോണം എണ്ണ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ 2 ബാച്ചും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. ഇതാ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്ന് കാണിച്ചു തരാം കേട്ടോ, ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്, പക്ഷെ പുറത്ത് ക്രിസ്പി ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചട്നിയിൽ മുക്കി കഴിക്കാം. ഞാനിവിടെ വൈറ്റ് ചട്നിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു വായ കഴിക്കട്ടെ. വാ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ട് കേട്ടോ. ക്രഞ്ചിയാണ്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ല മുരിഞ്ഞിട്ടുണ്ട് പുറത്ത്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഒരു വായ കഴിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തിയിലങ്ങ് മുക്കുക. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടുണ്ടോ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന. കുറേ പേരുടെ ഒരു ആഗ്രഹമായിരുന്നില്ല വീണ്ടും ചേച്ചി ടേസ്റ്റ് ചെയ്യുന്നൊന്ന് കാണിക്കണമെന്ന്. ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് ക്യാമറമാന് കൊടുക്കാം. അതിനിടെ ക്യാമറമാൻ റിയലി ഗുഡ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.